ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിതാ ഒരു ബൗളിൽ 1 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിനെ. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചിട്ടെടുക്കാം. വെള്ളം അങ്ങനെ നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ കുഴച്ചെടുത്തിന്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെക്കാം. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിതാ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിന്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി ആട്ടാ ചേർത്തത്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ചിക്കൻ ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ട് ചിക്കന് ഈ പാനിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ചിക്കന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം പാനിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഉള്ളി ആട്ടോ എടുത്തത്. 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തിന്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വെളുത്തുള്ളിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കി എടുത്ത സെയിം ഓയിലിൽ ഇട്ടിട്ട് ഉള്ളി വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത്ര മഞ്ഞൾപ്പൊടി മതിയാവും. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ കൂടാണ്ട് നോക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഞാനിപ്പോൾ ഗ്രീൻ ആട്ടാണ് എടുത്തത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ച ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിനിട്ടാ, എനിക്ക് ആ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ, നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുത്ത സെയിം ഓയിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഉള്ളി വാട്ടിയെടുത്തത്. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ച് വെച്ചതിൽ ചെറിയൊരു പോർഷൻ എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കാം. എത്രത്തോളം നമുക്ക് നേരിയതായിട്ട് പരത്താൻ കഴിയും അത്രയും നേരിയതായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിനെ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സ്ക്വയറിന്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 4 സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ 4 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് സെന്ററിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരു 2 ഷീറ്റ് പോലെ ആക്കിയിട്ട് എടുക്കാം. നമ്മളെ സമൂസന്റെ എല്ലാം ഷീറ്റ് പോലെ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതാ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ഒന്ന് ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഇതിന് മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം.
എന്നിട്ട് ഇതിന് മേലെ കുറച്ച് ചീസ് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസാട്ടാ വെക്കുന്നത്. പിന്നെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ ഒന്ന് കലക്കിയെടുത്തതാട്ടെ ഇത്. അങ്ങനെ മൈദ അങ്ങനെ കലക്കിയപ്പോൾ നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് നല്ലോണം ഒട്ടി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇതാ ഈ വീഡിയോ കാണുന്ന രീതിയിൽ ഫസ്റ്റ് മേലേന്ന് ഒന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിന് മേലെ നമ്മൾ മൈദ കലക്കി വെച്ച് ആ ഒരു ഇത് തേച്ചു കൊടുക്കാം. പിന്നെ ഇതാ അടുത്ത ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിന് മേലെ നമ്മൾ കലക്കി വെച്ച ആ മൈദന്റെ ആ ഒരു മിക്സ് ഇങ്ങനെ തേച്ചു കൊടുക്കാം. അപ്പൊ ഇതാ വീഡിയോ കാണുന്ന രീതിയിൽ നമുക്ക് 4 സൈഡും അങ്ങനെ ഒന്ന് മടക്കി എടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കാം. എന്നിട്ട് അറ്റത്ത് നല്ലോണം 4 സൈഡും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതാ ഇതൊന്ന് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ മുട്ടന്റെ മിക്സിയിൽ മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഫസ്റ്റ് മുട്ടന്റെ മിക്സിയിൽ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ നല്ലോണം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്തിട്ടെടുക്കാം. ഇനിതാ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിന്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചതല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ 2 എണ്ണം ഇട്ടിട്ടാട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പൊ ഇതാ ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ ആയി കിട്ടും. ഒരു സൈഡിൽ ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.